കഴിഞ്ഞ ദിവസം ശ്രീ ടി പി മാധവൻ എന്നെ 2 തവണ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞാൻ നേടിയ വിജയം വളരെ പെട്ടെന്നുള്ള ഒന്നായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്നോട് പറഞ്ഞു, പ്രദീപ്, നിങ്ങളുടെ നക്ഷത്രം ടോറസ് ആണ്. ബി എ ടിപ്പിക്കൽ ടോറിയൻ. പരാജയം ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ പിന്നീട് വിജയിക്കുന്നത് വളരെ വേഗത്തിലാകണം എന്ന്. ആൻഡ് സംടൈംസ് ഇറ്റ്സ് വെരി ഫാസ്റ്റ്. Get back to this fast game. അശ്വമേധം. നിങ്ങളിൽ ആരാണ് ഈ കസേരയിൽ ഇരുന്ന് ആദ്യം എന്നോട് മത്സരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള സൂചനകളിലേക്ക് കടക്കുന്നു. അതിനു മുൻപ് ശ്രീ ബാബു ഭരദ്വാജ് ആൻഡ് ശ്രീ രവീന്ദ്രനാഥ്, ഓണറബിൾ പാനൽ മെമ്പേഴ്സ്, വെൽക്കം. ആൻഡ് ഐ ഹോപ്പ് യു ആർ റെഡി. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വിശ്വവിഖ്യാതമായ ഒരു ഗ്രന്ഥത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ച പ്രതിഭാശാലിയായ എഴുത്തുകാരൻ തന്നെയാണ് ദ ഹഞ്ച്ബാക്ക് ഓഫ് നോട്രഡാം എഴുതിയത്. ഈ കഥാപാത്രം ഏത് ഗ്രന്ഥത്തിലേതാണോ ആ ഗ്രന്ഥത്തെ ശ്രീ നാലപ്പാട്ട് ജീൻവാൽജി ശ്രീ നാലപ്പാട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് പാവങ്ങൾ എന്ന പേരിൽ. ലേ മിറാബിളെ അഥവാ ലെസ് മിസറബിൾ. ജീൻവാൽജീൻ എലിയാസ് ജാങ്വാൽജാങ്. That's the right answer, and now you are eligible to sit in this hot seat to play with me the real battle of Ashwamedham. പേര് ജയദീപ്. കഴിഞ്ഞ അധ്യായത്തിൽ ജയദീപിനെയും കൂട്ടുകാരെയും പരിചയപ്പെടുത്തിയത്. നിങ്ങൾ തന്നെ ഈ അധ്യായത്തിലും പങ്കെടുക്കുന്നു. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ ശ്രീ ടി പി മാധവൻ ഒരധ്യായം മുഴുവൻ മത്സരിച്ചു. ജയദീപിന്റെ സ്ഥലം ഞാൻ പയ്യന്നൂരിനടുത്തുള്ള കരിവള്ളൂർ സമരസഖാക്കളുടെ നാടായ കരിവള്ളൂരിൽ നിർത്തുന്നു. കരിവള്ളൂർ മുരളിയെ അറിയാമല്ലേ? അറിയാം. With all the best, we are in the game. And Anusri, please. ഇരിക്കൂ. അശ്വമേധം കാണാറുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ സന്തോഷിച്ചു? വളരെ സന്തോഷിച്ചു. Sir, is it approach? Yes, approach. Yes, approach. Is it an Indian? No. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. കലാ സാഹിത്യം? No. ശാസ്ത്രം, സ്പോർട്സ്, സയൻസ്, ശാസ്ത്രം, സ്പോർട്സ്, എക്സ്പെഡിഷൻ, എക്സ്കവേഷൻ? Yes. ശാസ്ത്രം? Yes. 1900 ശേഷമാണോ മരണം? Yes. Physics, chemistry, mathematics? No. No? No. ജീവശാസ്ത്രവുമായോ വൈദ്യശാസ്ത്രവുമായോ ഏതെങ്കിലും ബന്ധം? Yes. പടിഞ്ഞാറൻ യൂറോപ്യൻ? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി മുതലായവ അടങ്ങുന്ന? No. അല്ല. കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസ് ഉള്ള മനുഷ്യനാണോ? ഡിസ്കവറി അല്ല, പുതിയതായി ഒന്ന് കണ്ടുപിടിച്ച ഒരു ഉപകരണം, അത്തരത്തിൽ പുതിയതായി ഒന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണോ? No. എത്ര ചോദ്യങ്ങളായിരിക്കുന്നു പാനൽ? 10. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. യജ്ഞത്തിലേക്ക് നാം കടക്കാം. യജ്ഞം. And here is my 11th question, my dear friend. Was he a doctor? No. No? Yes, he is a doctor. And that's it? Yes, he is a doctor. The panel says that he is a doctor. And my next question. യൂറോപ്പ് തന്നെയാണോ അദ്ദേഹത്തിന്റെ ഭൂഖണ്ഡം? No. അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? Yes. USA itself? Yes. ഡിസ്കവറി ഉണ്ടോ അദ്ദേഹത്തിന്? എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടോ അദ്ദേഹത്തിന്? പുതിയതായി ആവണമെന്നില്ല, ഡിസ്കവറി ആകാം. രക്തത്തിലെ കോശങ്ങൾ മുതൽ എന്തെങ്കിലും കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിച്ച അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ലൈഫ് ലൈൻ വേണം. യെസ്, ഉണ്ട്. അത് മനുഷ്യ ശരീരത്തിനകത്ത് തന്നെയുള്ള ഏതെങ്കിലും വസ്തു, ഏതെങ്കിലും ഘടകവുമായി ബന്ധപ്പെട്ടതാണോ? അതെ. അതെ. 2 ലൈഫ് ലൈനുകൾ താങ്കൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. രക്തവുമായി ബന്ധമുള്ളതാണോ? അതെ. അതെ. 1950 ശേഷമാണോ മരിച്ചത്? അതെ.
ശരിയാണ്. ശരിയാണ്. പക്ഷേ കൃത്യമായിട്ട് ഇയാൾക്ക് അറിയില്ല, ഈ മനുഷ്യനെ പറ്റി കൃത്യമായിട്ട് അറിയില്ല. ആ മനുഷ്യനെ കുറിച്ച് കൃത്യമായി അറിയില്ല. സൂക്ഷിക്കുക, പാനൽ ഒരു താക്കീത് തന്നിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല. തെറ്റായ ഉത്തരം ഇനി അവസരങ്ങളില്ലാതെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് നയിക്കും. ദ ഡിസിഷൻ ഓഫ് ദ പാനൽ ഈസ് ബൈൻഡിങ്. ബി കെയർഫുൾ. രക്തചംക്രമണവുമായി ബന്ധപ്പെട്ടതാണോ, ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ഷുവർ. എത്ര ചോദ്യങ്ങളായിരിക്കുന്നു സർ? 15. ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടതാണോ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം? അതെ. അതെ. രക്തചംക്രമണ വ്യവസ്ഥയുമായി ചംക്രമണവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് പറഞ്ഞത്. ശരിയല്ല കേട്ടോ, ശരിയല്ല. ശരിയല്ല. ക്വാളിഫൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. So, what is the decision of the panel? ക്വാളിഫൈ ചെയ്യാം. ഒന്നാമത് വ്യക്തമായിട്ട് അറിയില്ല, ഈ മനുഷ്യനെ പറ്റി വ്യക്തമായിട്ട് അറിയില്ല, ധാരണയില്ല. വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല എന്നാണ് പറയുന്നത്. താങ്കൾ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് എടുത്ത പേരാണോ? അതെ. ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ താങ്കൾക്കില്ല അല്ലേ? ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഒരു പുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പേരാണോ? ബി ഫ്രാങ്ക്. യെസ്. അശ്വമേധ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ മുന്നിലിരിക്കുന്ന കസേരയിൽ ഇരിക്കേണ്ടതും ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണകൾ ഉണ്ടാകണം. ഏതെങ്കിലും പുസ്തകത്താളിൽ നിന്ന് ഒരു പേര് കണ്ടുപിടിക്കുന്നത് കൊണ്ട് മാത്രം ഈ കസേരയിൽ ഇരിക്കാൻ മത്സരാർത്ഥി അർഹനാകുന്നില്ല എന്ന്. ഇത് വരുംകാലങ്ങളിലെ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കുമുള്ള സൂചനയും മുന്നറിയിപ്പും കൂടിയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻസ് ആൻഡ് ബാഡ് ലക്ക് ഇൻ യുവർ ഫെയിലിയർ ടു ബി ക്വാളിഫൈഡ്. ആരെയാണ് വിചാരിച്ചത്? എൻഡേഴ്സ് ജോൺസ് ഫ്രാങ്ക്ലിൻ. 5-ാം പനി. രക്തവുമായി നേരിട്ടുള്ള ബന്ധമുണ്ട്, രക്തചംക്രമണവുമായി നേരിട്ടുള്ള ബന്ധമുണ്ട്. അതിനേക്കാൾ പ്രധാനമായി പാനൽ താങ്കളെ താക്കീത് നൽകി മാത്രം വിട്ട ഒന്ന്, രക്താണുക്കളുമായി വളരെ ശക്തമായ ബന്ധമുണ്ട്, രോഗാണുക്കളുമായി. സോ ഇനി ഈ കസേരയിൽ ഇരിക്കാൻ അവസരം കിട്ടുമ്പോൾ വിചാരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ ധാരണകളോടെ പങ്കെടുക്കുക. Bad luck and fun. അടുത്തൊരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുവാനുള്ള സൂചനകളിലേക്ക് ഞാൻ കടക്കുന്നു. ബട്ട് സ്റ്റിൽ ബിഫോർ ദാറ്റ് നമുക്കിന്നൊരു അതിഥിയുണ്ട്. അതിഥിയെക്കുറിച്ച് ഞാനൊരു സൂചന തരാം ഒരു ചെറിയ ഇടവേളയിലേക്ക് മടങ്ങുന്നതിന് മുൻപ്. സൂചന ഇത് മാത്രം. എന്റെ പേര് പ്രദീപ് എന്നല്ല, പി ഡാർഫ് എന്നാണ്. യു തിങ്ക് ആൻഡ് തിങ്ക്. എന്താ പരിപാടി? എനിക്ക് കേരള ടീമിൽ കയറണം. കേരള ടീം? എന്തുകൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ കേരള ഫാസ്റ്റ് ബൗളർ ആയിക്കൂടാ? BPL മൊബൈൽ വയർ ഫ്രീ ലോകത്തിന്റെ അധിപൻ. സ്വന്തം ദേശം കേരളം. Some real almonds for you. Real almonds. Real almonds. The drink you can munch. Health never tasted so good. Mr. Real almonds. ചന്ദ്രിക 59 കൊല്ലമായി അകൃത്രിമ സൗന്ദര്യത്തിന്റെ യഥാർത്ഥ രഹസ്യം. വർഷങ്ങളായി ഞാൻ ചന്ദ്രിക സോപ്പ് ദിവസം ഉപയോഗിക്കുന്നു. എന്റെ ചർമ്മത്തിന്റെ മനോഹാരിതയ്ക്ക് വേറെ ഒന്നും ആവശ്യമില്ല. പാൽ പ്രോട്ടീനുകളും മഞ്ഞളും രക്തചന്ദനവും മറ്റ് ആയുർവേദ ചേരുവകളും വെണ്ണയിൽ ചാലിച്ചെടുത്ത ഒരു സിദ്ധ ഔഷധം കാവേരി ഫെയർനെസ് മിൽക്ക് ക്രീം. ശരീരത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റി ചർമ്മകാന്തി നിലനിർത്തുവാൻ പ്രകൃതിയുടെ കലവറയിൽ നിന്നും പങ്കജ കസ്തൂരി കണ്ടെടുത്ത മറ്റൊരു ഔഷധക്കൂട്ട് കാവേരി ഫെയർനെസ് മിൽക്ക് ക്രീം.
പോലോ കഴിക്കൂ, റിഫ്രഷ് ആകൂ. Refreshing Polo, the mint with the hole. ചെറിയ ഇടവേളയിലേക്ക് വിടവാങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്റെ പേര് പ്രദീപ് അല്ല, പീതാർപ്പ് എന്നാണ്. നിങ്ങൾ അതിഥിയാര് എന്ന് ചിന്തിക്കുക എന്ന്. PRADEEP പ്രദീപിനെ തിരിച്ചെഴുതിയാൽ PWDARP പീതാർപ്പ് ആകുന്നു. അത്യാവശ്യം ഞാനും കുറച്ച് അങ്ങനെ എഴുതി. പക്ഷെ അത്യാവശ്യമല്ല, അങ്ങനെ തന്നെ എഴുതാൻ കഴിയുന്ന പ്രതിഭാശാലിയായ ഒരു മനുഷ്യൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഏത് ഇംഗ്ലീഷ് വാക്കിന്റെയും സ്പെല്ലിങ്ങുകൾ അവസാനത്തിൽ നിന്ന് ആരംഭത്തിലേക്ക് എഴുതാൻ കഴിയുന്ന തീർച്ചയായും വ്യത്യസ്തതയാർന്ന ആ പ്രതിഭയ്ക്കുടമ ശ്രീ ജോബ് പൊട്ടാസ് ആണ്. അദ്ദേഹം സട്ടോപ്പ് ബോജ് അല്ല കേട്ടോ, ജോബ് പൊട്ടാസ് തന്നെയാണ്. ആൻഡ് ഹിയർ ഈസ് മിസ്റ്റർ ജോബ് പൊട്ടാസ് ആൻഡ് വെൽക്കം. എത്രാമത്തെ വയസ്സിലാണ് തല തിരിഞ്ഞു തുടങ്ങിയത്? തല തിരിഞ്ഞു തുടങ്ങിയത് തിരിച്ചിട്ടപ്പോഴേ മനഃപൂർവ്വം മനഃപൂർവ്വം തിരിച്ചപ്പോഴാണ് തല തിരിഞ്ഞു തുടങ്ങിയത്. പക്ഷെ പിന്നീട് അത് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായി മാറുകയായിരുന്നു. മാറിയില്ല, 2 വേഴ്സ് ഗിയറിൽ ഇട്ടാലേ അത് തല തിരിയും. അല്ല, താങ്കൾ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായി അത് മാറുകയുണ്ടായി എന്ന് പറഞ്ഞുകൂടാ. എൻ്റെ പല നമ്പറുകളിലും ഒന്ന് എന്ന് പറയാൻ പറ്റും. So you're a man of numbers. Yes. Most welcome to the man of numbers, and I am never a man of numbers. Anushree, please. മറ്റുള്ളവർ ചെയ്യാത്തത് ചെയ്യാനുള്ള അദമ്യമായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അതെ, മറ്റുള്ളവർ ചെയ്യാത്ത, ഇതുവരെ ചെയ്യാൻ കഴിയാത്ത ഒന്ന് താങ്കൾക്ക് ചെയ്യാൻ കഴിയണം. അത് 80-ഓളം എപ്പിസോഡുകൾ പിന്നിട്ട് അശ്വമേധത്തിന്റെ ഫൈനലിൽ എത്താൻ മറ്റുള്ളവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഐ ഹോപ്പ് യു ക്യാൻ ഡു ദാറ്റ് because you are a man of true numbers. And sir, is it approved? Yes, approved. Yes, approved. Here we are, and give this man of numbers a good hand. Sports, science, ഇവയിൽ ഒന്നാണോ താങ്കൾ വിചാരിച്ച വ്യക്തികളുടെ മേഖല? Yes. Is it science? Yes. Is it physics? Yes. Is he a Nobel laureate? Yes. ജീവിച്ചിരിപ്പുണ്ടോ? No. No. That's fine. Inventor, discoverer, പുതുതായി എന്തെങ്കിലും കണ്ടുപിടിച്ച വ്യക്തി? Inventor? Inventor? No. Inventor അല്ല. Not inventor. He can be a discoverer. Fine. Physics ആണെന്ന് പറയുകയുണ്ടായി. That's good. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതാണോ അദ്ദേഹത്തിന്റെ ഫിസിക്സ്? ഫിസിക്സിൽ തന്നെ ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ്, അക്വസ്റ്റിക്സ്, ഓപ്റ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം എന്നിങ്ങനെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നിങ്ങനെ പല മേഖലയുള്ളത്. അതെ, അതെ. അതിൽ ഇലക്ട്രിസിറ്റി ആണോ? അതെ. Not exactly electricity. Not exactly electricity. തെർമൽ ഫിസിക്സോ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററോ ആണോ? അല്ല. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലാണ് സർഫസ് ടെൻഷൻ മുതലായ ദ്രവ്യ ഗുണങ്ങളെല്ലാം. അല്ലല്ല. ഇലക്ട്രോണിക്സ്? Yes, related to electronics. റിലേറ്റ് നോ. അദ്ദേഹത്തിന്റെ പ്രധാന മേഖല ഇലക്ട്രോണിക്സ് ആണോ? മോളിക്കുലാർ ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും ഒക്കെ മറ്റുണ്ട്, റേഡിയോ ആക്ടിവിറ്റി എല്ലാം വേറെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന മേഖല ഇലക്ട്രോണിക്സ് ആണ്. Yes. Yes. Only connected with electronics. Connected to electronics, not exactly. And my dear friend Sri Job Pottas, my 10th question is, ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ, ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ, ഫിസിക്സിൽ നോബൽ സമ്മാനം നേടി എന്ന് പറഞ്ഞ, യൂറോപ്യനാകാം, അമേരിക്കനാകാം, ഒരു പെട്ടോ, അദ്ദേഹം ബന്ധുക്കളാരെങ്കിലും പ്രശസ്തരാണ്? അല്ല. അല്ല. ഗുഡ്. ദാറ്റ് ഈസ് നോട്ട് ഫ്രെഡറിക് ജോലിയോ. ഫൈൻ. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ജോബ് പൊട്ടാസുമത്ത് തല തിരിയാതെ നമുക്ക് എത്താം. യജ്ഞം. അദ്ദേഹത്തിന്റെ പേരിൽ തിയറങ്ങളോ തിയറികളോ യൂണിറ്റുകളോ ഉണ്ടോ? ഉണ്ട്. ഷുവർ. Is it a formula? No.
തിയറിയും ഡയഗ്രമും ഫോർമുലയും ഒന്നുമല്ല, പക്ഷെ മറ്റെന്തോ ഉണ്ട് അല്ലേ? ഫൈൻ. ഏതെങ്കിലും ഘടകങ്ങളാണോ അത്? ഊർജ്ജതന്ത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഘടകങ്ങളാണോ അത്? അതെ. ആണ്. അതെ. കണികകളാകാം, പാർട്ടിക്കിൾസ് ആകാം, ഒരു ഘടകമാവാം. ഇറ്റ് ക്യാൻ ബി എ പാർട്ട്. ഇലക്ട്രോണിക്സുമായി നേരിയ ബന്ധമുണ്ട്, പക്ഷേ ഇലക്ട്രോണിക്സ് അല്ല, ഫിസിക്സ് തന്നെയാണ്. മാത്തമാറ്റിക്സ് അല്ല, ഫിസിക്സ് തന്നെയാണ്. ഗുഡ്. മോളിക്യുലർ ഫിസിക്സ് ആണോ? അല്ല. അല്ല. കെമിസ്ട്രിയുമായി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം കണക്റ്റഡ് ആണോ? വല്ല മൂലകങ്ങളുടെ കണ്ടുപിടുത്തമോ അങ്ങനെ വല്ലതും? ഇല്ല. ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ മൂലകങ്ങളൊന്നുമില്ല. ഗുഡ്. There are some particles only. Electronics. Fine. ഡയോഡ്സുമായോ സെമി കണ്ടക്ടേഴ്സുമായോ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് നേരിട്ടുള്ള ബന്ധമുണ്ട്. ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഉണ്ട്. 16 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രാജസൂയ. ശരി. ഫ്രോൺഹോഫർ? നോ. നോ. NPN ഡയോഡ്സുമായാണോ അദ്ദേഹത്തിന്റെ ബന്ധം? അല്ല. അല്ല. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ ആർസെനിക് പ്രധാന ക്രിയാത്മകമായ പങ്ക് വഹിച്ചിട്ടുണ്ടോ? ഇല്ല. 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 അത് ശരി. ഇപ്പൊ സെമി കണ്ടക്ടേഴ്സിന്റെ മേഖലയല്ല. എനിക്ക് 2 ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാം, പക്ഷെ ആ 2 ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ കീഴടങ്ങാൻ ഞാൻ തയ്യാറാകുന്നു. NPN അല്ല, ഇലക്ട്രോണിക്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് അല്ല, ആർസെനിക് അല്ല, ഡയോഡ്സ് അല്ല. ആൻഡ് ഹാറ്റ്സ് ഓഫ്. വാട്ട് വാസ് യുവർ ആൻസർ? സർ എഡ്വേർഡ് വിക്ടർ ആപ്പിൾട്ടൺ. ആപ്പിൾട്ടൺ. അദ്ദേഹം അയണോസ്ഫിയറിലെ ആപ്പിൾട്ടൺ ലെയർ കണ്ടുപിടിച്ചാണ്. റേഡിയോ തരംഗങ്ങൾ അവിടെ തട്ടി പ്രതിഫലിച്ചാണ് ഭൂമിയിൽ. എന്റെ പരാജയ സാധ്യത ഉണ്ടായതിന്റെ കാരണമായി ഞാൻ കാണുന്നത്, താങ്കളുടെ സ്ഥാനത്ത് ഒരു പക്ഷേ ഞാനായിരുന്നുവെങ്കിൽ ഇലക്ട്രോണിക്സ് നോ പറയുമായിരുന്നു. ബിക്കോസ് ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ആസ് ജിയോഫിസിക്സ്. ഭൗതിക ശാസ്ത്രം എന്ന വിഭാഗമാണത്. ദാറ്റ് ഇസ് നോട്ട് ഇലക്ട്രോണിക്സ്. ബട്ട് സ്റ്റിൽ there is a very good performance from your part. Mr. Joe Potas is with me for the second round for 2 coins. പാൽ പ്രോട്ടീനുകളും മഞ്ഞളും രക്തചന്ദനവും മറ്റ് ആയുർവേദ ചേരുവകളും വെണ്ണയിൽ ചാലിച്ചെടുത്ത ഒരു സിദ്ധ ഔഷധം കാവേരി ഫെയർനെസ് മിൽക്ക് ക്രീം. ശരീരത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റി ചർമ്മകാന്തി നിലനിർത്തുവാൻ പ്രകൃതിയുടെ കലവറയിൽ നിന്നും പങ്കജ കസ്തൂരി കണ്ടെടുത്ത മറ്റൊരു ഔഷധക്കൂട്ട് കാവേരി ഫെയർനെസ് മിൽക്ക് ക്രീം. ഇപ്പോൾ മാക്സോ സൈക്ലോത്രിൻ കോയിലിന്റെ 2 പാക്കറ്റുകളോടൊപ്പം 10 രൂപയുടെ സെല്ലോ ഫ്രോസ്റ്റി മഗ് ഫ്രീ. വീട് വയറിംഗ് ചെയ്യുമ്പോൾ പലതും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ കേബിൾ ഒരു പാക്കറ്റിൽ 90 മീറ്റർ ഉണ്ടാകണം. ഈ ചെമ്പ് കമ്പി 0.3 mm വേണമെന്നാ. എങ്ങനെ അറിയാനാ അല്ലേ? ഏത് സാധനം വാങ്ങുമ്പോഴും വിശ്വസ്തതയാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ടാണ് ISI മാർക്കുള്ള V-Guard കേബിൾ തന്നെ വാങ്ങിയത്. V-Guard കേബിളിൽ ഉന്നത നിലവാരമുള്ള ചെമ്പ് കമ്പിക്ക് മേൽത്തരം PVC ഇൻസുലേഷൻ ഉള്ളതിനാൽ ഏത് വലിയ പവർ വേരിയേഷനെയും ഷോർട്ട് സർക്യൂട്ടിനെയും ഫലപ്രദമായി നേരിടും. ഗുണമേന്മ എങ്ങനെ കാണാതിരിക്കും? കേബിൾ V-Guard-ആ. V-Guard, a name you can trust. പുറം വേദനയോ മുട്ടുവേദനയോ കഴുത്തുവേദനയോ പ്രഭാത് ബാക്ക് പെയിൻ ഓയിൽ തടവുക. ചൂടുവെള്ളത്തിൽ ആവി പിടിപ്പിക്കുക. പ്രഭാത് ബാക്ക് പെയിൻ ഓയിൽ. ഇനി വേദനയില്ല. ചന്ദ്രിക 59 കൊല്ലമായി അകൃത്രിമ സൗന്ദര്യത്തിന്റെ യഥാർത്ഥ രഹസ്യം. വർഷങ്ങളായി ഞാൻ ചന്ദ്രിക സോപ്പ് ദിവസവും ഉപയോഗിക്കുന്നു. എന്റെ ചർമ്മത്തിന്റെ മനോഹാരിതയ്ക്ക് വേറൊന്നും ആവശ്യമില്ല. ഈ നശിച്ച വായ്പുണ്ട് മാറ്റുവാൻ ഇതൊരു വഴിയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഒഴിവാക്കുവാൻ പുതിയ ഓറ ഹീൽ ആയുർവേദിക് ഗുളിക ചവയ്ക്കൂ. ഏറ്റവും എളുപ്പവും സുരക്ഷിതവുമായ മാർഗം. Milk? No, some real almonds for you. Real almonds? Introducing a refreshing and a healthy drink you love to munch. Real almonds. Made with almonds, sprouted cereals and pulses. Health never tasted so good. Mr. Real Almonds. The drink you can munch.
വിജയത്തിന്റെ പൊട്ടാസ് പൊട്ടിച്ചിരിക്കുന്നു. രണ്ടാം റൗണ്ടിൽ അദ്ദേഹം വിജയത്തിന്റെ പൂത്തിരികളുമായി എത്തുമോ? We'll wait and see and take your seats. Answer please. 5 ചോദ്യങ്ങൾക്കുള്ളിൽ തന്നെ ഫിസിക്സിലെ നോബൽ സമ്മാനത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ താങ്കൾ പ്ലീസ് ഹാൻഡ് ഓവർ. ഡിസ്ക്രിപ്ഷൻസ് പോക്കറ്റിൽ സൂക്ഷിക്കാം. താങ്കൾ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു. ഒരു അപകട സാധ്യത പക്ഷേ എവിടെയോ മണത്തു അല്ലേ? യു ആർ വെരി ഡേഞ്ചറസ്. I am very dangerous. Sir, is it approach? Approach. Yes, approach and give this great Taurian a great hand and we are in the game. South Indian? No. No. Alive? No. No. Arts, literature, culture? No. No. So say loud. Yes, sir. Political personality, രാജാവ്, രാഷ്ട്രീയം, പടയാളി എന്നിവ ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ ഗ്രൂപ്പ്? യെസ്. യെസ്. 1900 ശേഷമാണോ മരണം സംഭവിച്ചത്? അതെ. അതെ. 1950 ശേഷം? അതെ. നോർമൽ ഡെത്ത്? നോ. നോ. പുരുഷൻ? യെസ്. Was he ever in power as a minister? നോ. No. Any of his relatives is more popular than him? യെസ്. അദ്ദേഹത്തെക്കാൾ പ്രശസ്തരായ ബന്ധുക്കളുണ്ടായി. 10 ചോദ്യം കഴിഞ്ഞു. യജ്ഞത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് is it സഞ്ജയ് ഗാന്ധി? യെസ്. Yes. സഞ്ജയ് ഗാന്ധിയാണ് അദ്ദേഹം വിചാരിച്ചത്. ഹിസാകുത്തീക എന്ന അടിയന്തരാവസ്ഥ കാലത്തെ നാടകം വളരെ വിവാദങ്ങൾ ഉയർത്തിയ ഒന്നാണ്. വിമാനാപകടത്തിലാണ് സഞ്ജയ് ഗാന്ധി അന്തരിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകൻ സഞ്ജയ് ഗാന്ധി. പ്ലീസ്, തിരുവനന്തപുരം എങ്ങനെയാ തിരിച്ചെഴുതുന്നത് അത് പറയാമോ? യെസ്. MARUPASTNANAVURIHT. അശ്വമേധം? MASDEMAWHSA. My great. That's great. That's really great. സംശയമുണ്ടോ ഈ പറയുന്നത് ശരിയാണോ എന്ന്? എഴുതി നോക്കൂ. എഴുതാൻ സമയം കിട്ടിയില്ലല്ലേ? എഴുതാൻ സമയം കിട്ടുന്നതിന് മുൻപ് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോബ് പൊട്ടാസ്. ആൻഡ് താങ്കളുടെ സാന്നിധ്യത്തിന്, താങ്കളുടെ വിജയത്തിന് a true gold coin. Result. Okay, thank you. And Bishop. സാധാരണ നാം കണ്ടു പഴകുന്ന വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി സ്വയം ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ സ്വാംശീകരിച്ചെടുക്കാൻ കഴിവുള്ള വ്യക്തികളെയാണ് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യം. നമ്മുടെ രാഷ്ട്രത്തിന്റെ വികസനത്തിന് സത്യത്തിൽ അതാണ് ആവശ്യം. അത്തരത്തിലൊരു സ്വയം ചികഞ്ഞെടുത്ത മേഖലകൾ, നമ്പറുകൾ സ്വന്തമായുള്ള ഒരു മനുഷ്യനാണ് ശ്രീ ജോബ് പൊട്ടാസ്. I would like to call him as unique and I would like to call this show Ashwamedham as a unique show. So welcome back to Ashwamedham, the unique show, but not today, tomorrow. Till then, bye.